അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മുടെ കൂടെ മുസമ്മിൽ മോനാണ്. ഞങ്ങൾ നേരത്തെ 2 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് 2 വീഡിയോ ചെയ്തിരുന്നു. അതിൽ മോൻ പാട്ടൊക്കെ പാടിയിരുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ പുസ്തകത്തിൽ കുട്ടികളും മൊബൈലും, എന്താ വിഷയം? കുട്ടികളും മൊബൈലും എന്ന് പറഞ്ഞാൽ ഇന്ന് മൊബൈൽ ഒഴിവാക്കാനൊക്കാത്തൊരു കാര്യമായി വന്ന്. ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? മൊബൈൽ നമുക്ക് അനിവാര്യമാണ്, അത്ഭുതവുമാണ്. അനിവാര്യമാണ്, അത്ഭുതവുമാണ്. കാരണം എന്താ? ഇത് ഇന്നത്തെ ജീവിതത്തിൽ റേഷൻ കടയിൽ പോയാലും എന്ത് വേണ്ടി വരും? മൊബൈൽ വേണ്ടി വരും, അല്ലേ? നമുക്ക് റൂട്ട് കാണിക്കാൻ എന്ത് വേണ്ടി വരും? മൊബൈൽ വേണ്ടി വരും. എല്ലാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഒരു മൊബൈലുണ്ട്, അല്ലേ? അതേപോലെ നമുക്കൊരുപാട് വിജ്ഞാന ലോകത്തേക്ക് ഇറങ്ങാനും എന്ത് പറ്റും? മൊബൈൽ വേണം. പക്ഷേ ഈ മൊബൈലിൽ കൂടെ നമ്മൾ 2 കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മലക്കുകളും വരും, പിശാചുക്കളും വരും. മലക്കുകളും വരും, പിശാചുക്കളും വരും. നമ്മളത് ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? ഒരു കുട്ടി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഏതെങ്കിലും നമ്മൾ ഏറ്റവും കടമപ്പെട്ട ഒരാൾ വിളിക്കുകയാണ്, പ്രത്യേകിച്ച് ഉമ്മ വിളിക്കുകയാണെങ്കിൽ ആ ഉമ്മയ്ക്ക് ആ കുട്ടി സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യും? ഉത്തരം നൽകും. അതേസമയം ഒരു മൊബൈലിൽ അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാലോ അവൻ വിളി കേൾക്കത്തില്ല. കേട്ടാൽ എന്ത് ചെയ്യും? ദേഷിച്ചായിരിക്കും വരുന്നത്. കാരണം എന്താ? ആ കുട്ടിയോട് ആരുണ്ട്? ശൈത്താനുണ്ട്, അല്ലേ? അപ്പം നമുക്ക് മൊബൈൽ നമുക്ക് അനിവാര്യമാണ്, അല്ലേ? പക്ഷെ അതിൻ്റെ അഡിക്റ്റ് ആവരുത്. എന്താവരുത്? അഡിക്റ്റ് ആവരുത്. അതുകൊണ്ട് നമ്മൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് രസകരമായിട്ട് നമുക്ക് പാടാം, അല്ലേ? വാട്സപ്പ് എന്നൊരു ആപ്പുണ്ട്, ആപ്പിൽ നിറയെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ നിറയെ ആളുണ്ട്, തോണ്ടാതെന്തൊരു പണിയുണ്ട്. ചാറ്റിങ് എന്നും പതിവാണ്, പാതിരയാകം വരെയാണ്. ഫ്രണ്ടാണെങ്കിൽ രസമാണ്, ഇണയാണെങ്കിൽ ബോറാണ്, അല്ലേ? അപ്പോൾ ഒരു വലിയൊരു പാട്ടാണ്. ഇൻഷാ അല്ലാഹ് വിശദമായ പാട്ട് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പം നമുക്ക് എന്താണ്? നമുക്ക് ഓർത്തിരിക്കേണ്ട പാട്ടാണ് പറയാം. രാവും പകലും മൊബൈലിന്റെ മുമ്പിലായി ജീവിതം ഹോമിക്കും കൂട്ടുകാരെ. ഭാവി കരുപ്പിടിപ്പിക്കാൻ ഒരിക്കലും ആവില്ല, നിങ്ങൾക്കൊന്നോർക്കൂ തീരെ. എന്താ പറഞ്ഞത്? രാവും പകലും മൊബൈലിന്റെ മുമ്പിലായി ജീവിതം ഹോമിക്കും കൂട്ടുകാരെ. ഭാവി കരുപ്പിടിപ്പിക്കാൻ ഒരിക്കലും ആവില്ല, നിങ്ങൾക്കൊന്നോർക്കൂ തീരെ. കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നതു വെച്ചു തരുന്നു വിഭവമെല്ലാം. കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നതു വെച്ചു തരുന്നു വിഭവമെല്ലാം. ഇപ്പോൾ മതിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറും ഉറപ്പു ചെല്ലാം. ഊണുമുറക്കു പഠിപ്പും ഉപേക്ഷിക്കും, ഉത്സാഹശീലം മറന്നു പോകും. എന്താ പറഞ്ഞത്? ഊണുമുറക്കു പഠിപ്പും ഉപേക്ഷിക്കും, ഉത്സാഹശീലം മറന്നു പോകും. ഏതോ പിശാചിന്റെ കാണാച്ചരടും മേലാടുന്ന പാപക്കിടാങ്ങളാകും. സ്വപ്നലോകത്തെ തടവുകാരായി മാറും, സത്യത്തിൽ മുന്നിൽ പകച്ചു പോകും. നാളത്തെ നൂറ്റാണ്ടിൽ ചെങ്കോല് വാങ്ങുമാ നീളുമാ കൈകൾ വിറച്ചു പോകും. മൊബൈലിന്റെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വരും? നമ്മൾ മൊബൈൽ വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നമുക്ക് മൊബൈൽ അനിവാര്യമാണ്. പക്ഷെ എന്താ വരുത്? അതിൻ്റെ അഡിക്റ്റ് ആയിക്കൊണ്ട് മറ്റുള്ള നമ്മുടെ ബുദ്ധി പണയം വെക്കുന്ന മൊബൈലിന് വേണ്ടി ആവരുത്. മൊബൈൽ നമ്മളെ നയിക്കുന്നതാവരുത്. നമ്മൾ മൊബൈലിനെ നയിക്കണം. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആവണം എന്താ വേണ്ടത്? മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പം മൊബൈലിൻ്റെ ഉപയോഗം എന്തിനു വേണ്ടി ആവണം? അതാണ് നമ്മുടെ അവസാനം പറഞ്ഞത്. എന്താണ്? ദിനരാത്രം മുഴുവനും ആണും പെണ്ണും മൊബൈലിൻ്റെ അടിമയായി തീരുന്നു, അല്ലേ? അപ്പം ഒന്നിനും കൊല്ലാത്ത ഒരു കൂട്ടം വളരുന്നു. റബ്ബേയും ഉമ്മത്തിനെ കാത്തിടണേ, റബ്ബേയും ഉമ്മത്തിനെ കാത്തിടണേ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കണം എന്താ വേണ്ടത്? മൊബൈല് ഉപയോഗിക്കേണ്ടത്. മൊബൈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടെക്നോളജിയാണ്, അല്ലേ? നല്ല അനിവാര്യമായൊരു ടെക്നോളജിയാണ്. ഉപകാരങ്ങളുണ്ട്. പക്ഷെ എന്താ? ഈ മൊബൈൽ കൊണ്ട് നന്മകൾ തേടുന്ന ഒരു വിഭാഗമാണ് ഉണ്ടാവേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ? മൊബൈലിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ ഓതിക്കൂടെ, അല്ലേ? മൊബൈല് നമ്മൾ അതുപോലെ തന്നെ നല്ല നല്ല നന്മകൾ കണ്ടെത്താൻ, അല്ലേ? ദിക്റും സ്വലാത്തും എല്ലാത്തിനും പഠിക്കാനും നമ്മുടെ ബുദ്ധി വികസിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് നേടാം, മൊബൈലിലൂടെയാണ്. പക്ഷേ ഈ മൊബൈലിലൂടെ അരുതാത്തത് കണ്ടുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കുക. മൊബൈലിൽ തന്നെ നമ്മൾ നോക്കുവാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നമുക്ക് ജീവിതത്തിൽ അനിവാര്യമായ വല്ലതും ആണോ?
അല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. അപ്പോൾ ഉപകാരമില്ലാത്ത ആ പ്രയോജനപ്പെടുന്ന സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? കൂലിയില്ല, ശിക്ഷയില്ലാത്ത സമയം പാഴാക്കി കളയുന്നു. മനുഷ്യന്റെ സമയം എന്ന് പറയുന്നത് എന്താണ്? ഔക്കാത്തുൽ ഇൻസാനു നഫീസ്. എന്താ പറയുന്നത്? ഔക്കാത്തുൽ ഇൻസാനു നഫീസ്. മനുഷ്യന്റെ സമയം വിലമതിക്കപ്പെടാത്ത മുത്തുകളാണ്. എന്താ പറഞ്ഞ മക്കളെ? വിലമതിക്കപ്പെടാത്ത മുത്തുകളാണ് മനുഷ്യൻ. ഔക്കാത്തുൽ ഇൻസാനു നഫീസ്. അപ്പം ഒരു സമയം നമ്മൾ എന്താവരുത്? പാഴാക്കി കളയരുത്. മൊബൈലിൽ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കരുത്? പാഴാക്കരുത്. നല്ല അനിവാര്യമായ കാര്യത്തിന് എന്തേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ? മൊബൈൽ ഉപയോഗിക്കാവുള്ളൂ. മൊബൈൽ ഉപയോഗിക്കണം ഏത് കാര്യത്തിന്? നന്മയ്ക്കല്ല, അല്ലാതെ ഉപയോഗിക്കരുത്. കാരണം എന്താണ് ഇതിന്റെ അനന്തരഫലം? എന്താണ്? നമ്മൾ എന്ത് കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് അതിന് നമുക്ക് പരലോകത്ത് നമ്മളെ കൊണ്ടുവരും, നമ്മളെ മുമ്പിൽ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ ഈ മൊബൈലും നമ്മുടെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റും. അതേപോലെ നരകത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ കൂടെ കത്തുന്നത് എന്തുമായിരിക്കും? ഈ മൊബൈലും കൂടെ ആയിരിക്കും. കാരണം എന്താ? അവൻ ഒരുപാട് തിന്മകൾ എന്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്? ഈ മൊബൈൽ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലേ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നന്മയ്ക്ക് വേണ്ടിയാവണം നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും. അല്ലാഹു തആല ആ നന്മകൾ മാത്രം തേടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.